Hi friends, online fabrication മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ ഡോർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ സിമെന്റിന്റെ കട്ട്ലയിൽ എങ്ങനെ നമുക്ക് സ്കിൻ ഡോർ സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലാച്ച് ടൈപ്പ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല സിമെന്റിന്റെ കട്ട്ലയാണ് പറഞ്ഞാൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടൈപ്പ് ലോക്ക് വാങ്ങിയിട്ട് ഫ്രണ്ടിൽ ഡബിൾ ഡോറിലേക്കൊക്കെ വെക്കുന്ന ഒരു ലോക്ക് ഉണ്ട്. ആ ടൈപ്പ് ലോക്കാണ് നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഇഞ്ചസൊക്കെ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബ്ലാക്ക് 1 ഇഞ്ച് സ്ക്രൂ ആണ് ഇതിൽ ഇഞ്ചസിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ആ ഡോറ് തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇഞ്ചസിലൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്ക്രൂ അടിച്ചെടുക്കണം. ഇഞ്ചസിൽ നമ്മൾ ഫുള്ളായി സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ടൈപ്പ് ലോക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഡോറിലൊക്കെ വെക്കുന്ന ഫ്രണ്ട് ഡബിൾ ഡോറിലൊക്കെ വെക്കുന്ന ലോക്കാണ് ഇത്. അപ്പോൾ നമ്മളിതിൽ 5 ലോക്ക് വരുന്നുണ്ട്. അതായത് ആ നോബ് നമുക്കിങ്ങനെ മാറിയിട്ടൊരു 5 വട്ടം നമുക്ക് ലോക്കാക്കുന്ന പോലുള്ളൊരു സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 32 mm ഒരു ബിറ്റ് വാങ്ങിയിട്ടുണ്ട്. മരത്തിൽ തുളയ്ക്കുന്ന ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു 38 ഇഞ്ചിലാണ് ഇത് ലോക്ക് വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു കാറ്റലോക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കറക്റ്റായി ഹോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇത് തുളയ്ക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഫുള്ളായിട്ട് തുളയ്ക്കുകയാണ് പറഞ്ഞാൽ അപ്പുറത്ത് നമ്മുടെ സ്കിൻ ഡോറിൻ്റെ ആ ഷീറ്റ് നമുക്ക് അവിടെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഇതിൽ ഇട്ടിട്ട് ആ സൈഡ് ചെറിയൊരു ഹോള് വന്നതിന് ശേഷം അപ്പുറത്തുനിന്ന് നമ്മൾ ബാക്കി തുളച്ചെടുക്കണം. ഇത് നമ്മുടെ ഫാബ്രിക്കേഷൻ സുഹൃത്തുക്കൾക്കുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത് ആശാരിമാർക്ക് അവർക്ക് സിമ്പിൾ വർക്കായിരിക്കും. പക്ഷേ നമുക്ക് ഫാബ്രിക്കേഷന്മാർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു സ്കിൻ ഡോറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ലാച്ച് ലോക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അധികം പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം. അതായത് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഡോറുകളിൽ, അതായത് സിമെൻറ്റിൻ്റെ കട്ട്ലേൻ്റെ ഡോറുകളിൽ നമുക്ക് അധികം ഓടാമ്പൽ സെറ്റാണ് നമ്മൾ അധികം വെച്ച് കൊടുക്കൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ലോക്ക് വെച്ച് കൊടുക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മളിങ്ങനെയാണ് സാധാരണ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കൽ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ആ ലോക്കിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഈ ലോക്കിൻ്റെ സെറ്റിൽ വരുന്ന സ്ക്രൂ തന്നെയാണ്. അത് നമ്മൾ 1.5 ഇഞ്ച് സ്ക്രൂ ആണ്, സ്റ്റീലിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ഒരു 4 സ്ക്രൂ ഉണ്ട്. 1.5 ഇഞ്ച് സ്ക്രൂ, അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജിലേക്ക് ഒരു 3/4 സ്ക്രൂ ആണ് 2 യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഡോറിൻ്റെ ഈ ഉൾസൈഡിൽ നിന്ന് നമുക്കിത് ടവർ ബോൾട്ടായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇതിൻ്റെ ലോക്ക് വീഴുന്ന ആ സ്റ്റീലിൻ്റെ ക്ലാമ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അത് 2 ക്ലാമ്പ് വരും. നമുക്കിവിടെ 2 ക്ലാമ്പ് വെക്കാനുള്ള ഗ്യാപ്പില്ല അതിൽ. അതുകൊണ്ട് നമ്മൾ ഒരു ക്ലാമ്പാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ 2 സ്ക്രൂ ആണ് അടിക്കുന്നത്. എന്താ പറയുക, നമുക്കതിൽ 2 സ്ക്രൂ അടിക്കാനുള്ള അടുത്തടുത്ത് 2 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ സിമെൻറ്റിൻ്റെ കട്ട്ലയിൽ നമുക്കങ്ങനെ 2 സ്ക്രൂ അടുത്തടുത്ത് അടിച്ച് കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെ കട്ട്ല പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിതിൽ ഇങ്ങനെ ഓരോ സ്ക്രൂ അടിച്ചു കൊടുക്കുന്നത്. ഇതും സ്ട്രോങ് ആണ്. നമ്മൾ പ്ലഗൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് 1.5 ഇഞ്ച് സ്ക്രൂ ആണ് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ ബ്ലാക്ക് സ്ക്രൂ ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ചെറിയൊരു ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ലോക്ക് വീഴാത്ത പോലെ ഒരു ഇതുണ്ടായിരുന്നു. ഈ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാക്കിംഗ് വെച്ചിട്ടുണ്ട്. അതൊരു അട്ടക്കടലാസാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ആ ലോക്ക് വന്ന അതേ പെട്ടീൻ്റെ തന്നെ ഒരു അട്ട വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു പാക്കിംഗ് പോലെ വെച്ച് കൊടുത്തതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ഇതിൽ ടവർ ബോൾട്ട് 2 ടവർ ബോൾട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 6 ഇഞ്ചിൻ്റെ ടവർ ബോൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫുൾ സ്റ്റീൽ ടവർ ബോൾട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ഈ കട്ട്ലയിലുള്ള ഓൾ തന്നെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമുക്കിതിൽ അത്ര നമുക്ക് കട്ട്ലയിൽ ഹോൾ ഇടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന് ബലക്ഷയം വരും കൂടുതൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹോൾ ഓൾറെഡി ഇതിലുള്ള ഹോൾ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ചോട്ടിൽ ഒരു ഹോൾ മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ടവർ ബോൾട്ട് പിടിപ്പിക്കലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് നോക്കണം. അതായത് ടവർ ബോൾട്ട് ഒന്ന് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് 2 ടവർ ബോൾട്ടും കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. നമുക്കിതിൽ ഓരോ ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പുറത്തും ഒരു ഹാൻഡിൽ, അതേപോലെ തന്നെ ഉള്ളിലും ഒരു ഹാൻഡിൽ. അത് നമ്മൾ ഓരോ സ്ക്രൂവിൻ്റെ ഹാൻഡിലാണ് വാങ്ങിയിട്ടുള്ളത്. അതൊരു 6 ഇഞ്ച് ഹാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുറഭാഗത്തും ഫ്രണ്ട് വരുന്ന ഭാഗത്തും അതേപോലെ തന്നെ ഒരു ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് അടച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.